ഇപ്പോൾ വരുന്നൊരു വാർത്തയിൽ നിന്ന് തുടങ്ങുകയാണ്. IFFK സിനിമ സ്ക്രീനിങ്ങിനെത്തിയ ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുകയാണ്. കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. പരാതിക്കാരിയുടെ ആരോപണങ്ങളെല്ലാം കുഞ്ഞു മുഹമ്മദ് നിഷേധിക്കാനുണ്ടായത്. KG കമലേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ഇപ്പോൾ രാവിലെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ശീതൽ, ഇന്നലെയാണ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ PT കുഞ്ഞുമുഹമ്മദ് എത്തുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജാമ്യത്തിൽ തന്നെ അപ്പോൾ വിട്ടയക്കുകയും ചെയ്തത്. PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഉത്തരവ് അനുസരിച്ചുകൊണ്ടാണ് അറസ്റ്റിന് പിന്നാലെ തന്നെ ജാമ്യത്തിൽ വിട്ടയച്ചത്. വലിയ പ്രമാദമായ വിവാദമായ കേസാണ്. IFFKയിലെ മലയാള സിനിമകളുടെ സെലക്ഷന്റെ ജൂറി ചെയർമാനായിരുന്നു PT കുഞ്ഞുമുഹമ്മദ്. അതേ ജൂറിയിലുള്ള ഒരു വനിതാ ചലച്ചിത്ര പ്രവർത്തകയോട് ഹോട്ടൽ മുറിയിൽ വെച്ച് മോശമായി പെരുമാറി, ലൈംഗിക ചുവയോടെ മോശമായി പെരുമാറി എന്നുള്ള പരാതിയായിരുന്നു. ആ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. മുഖ്യമന്ത്രി കൊടുത്ത പരാതി പോലീസിന് കൈമാറാനുള്ള താമസം, അതിൽ കേസെടുക്കാനുള്ള വൈകലൊക്കെ നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കത്തി നിൽക്കുകയാണ് ഇതും വന്നത്. പക്ഷേ ഇതിൽ മെല്ലെപ്പോക്കും ഇരട്ടത്താപ്പും പോലീസിന്റെ ഭാഗത്തുണ്ട് എന്നുള്ള ആക്ഷേപം വന്നിരുന്നു. വൈകിയൊക്കെയാണ് കേസെടുത്തത്. അതിന് പിന്നാലെ PT കുഞ്ഞുമുഹമ്മദ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ സമീപിക്കുകയും അത് അനുകൂലമായ വിധി നേടിയെടുക്കുകയും ചെയ്തതാണ്. പക്ഷെ പരാതിക്കാരുടെ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ കന്റോൺമെന്റ് പോലീസിന് PT കുഞ്ഞുമുഹമ്മദ് മൊഴി നൽകിയത്. താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. തന്റെ മുറിയിലേക്ക് ചലച്ചിത്ര പ്രവർത്തകയായിരുന്നു വന്നതെന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ പരാതിക്കാരി എന്താണ് നടന്നത് എന്നുള്ള കൃത്യമായി വിവരിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ആദ്യം മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. പോലീസ് അന്വേഷിച്ചപ്പോൾ അതേ കാര്യങ്ങൾ തന്നെ അവർ വ്യക്തമാക്കി പറഞ്ഞിരുന്നു. ചലച്ചിത്ര അക്കാദമിയാണ് മുറിയെടുത്തത് ജൂറി അംഗങ്ങൾക്കൊക്കെ. അങ്ങനെ മുറിയെടുത്ത ഹോട്ടലിൽ എത്തി പോലീസ് CCTV ഒക്കെ പരിശോധിച്ചപ്പോൾ പരാതിക്ക് കഴമ്പുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തിയിരുന്നു. എന്നിട്ടും മെല്ലെപ്പോക്ക് നടത്തി ഇടത് സഹയാത്രികൻ, മുൻ MLA എന്നൊക്കെയുള്ള സഖാക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിലെ ഒന്ന് അറസ്റ്റ് ചെയ്യൂന്നേ കാണാനുള്ള പൂതി കൊണ്ടാ രാഹുലിനെ പോലീസ് ഇങ്ങനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത്. കാണാനുള്ള ഒരു ആഗ്രഹം, ആ പൂതി കൊണ്ട് ചോദിക്കുക, രാഹുലിനൊന്ന് അറസ്റ്റ് ചെയ്യോ? നിങ്ങള് ഒരു കാര്യം, ഈ രണ്ട് കേസും തമ്മിലുള്ള ഒരു അന്തരം നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പോ PT കുഞ്ഞു മുഹമ്മദിനെതിരെ വന്ന ആ പരാതി മുഖ്യമന്ത്രി കൈമാറിയില്ല എന്ന് മാത്രമല്ല, അവസാനം പുറം ലോകം അറിഞ്ഞ് 4 ആള് ഒച്ചയിട്ടപ്പോഴാണ് കേസെടുക്കാൻ തന്നെ തയ്യാറായത്. അങ്ങനെ കേസെടുത്ത നിങ്ങള് PT കുഞ്ഞു മുഹമ്മദിനെ സംരക്ഷിക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും നടത്തിയ നിങ്ങള് അവസാനം PT കുഞ്ഞു മുഹമ്മദിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടം ഉണ്ടായി. എന്നാലോ രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ പണിയും എടുത്തു. പക്ഷെ ഇന്ന് നിമിഷം വരെ രാഹുലിനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ രണ്ട് പരാതികളും തമ്മിലുള്ള അന്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ PT കുഞ്ഞു മുഹമ്മദിനെ കോടതി മുൻകൂർ ജാമ്യം, ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിച്ചത് കൊണ്ട് അറസ്റ്റ് ചെയ്തു, ഒക്കെ ജാമ്യത്തിൽ വിട്ടു, ശരി. രാഹുൽ മാങ്കൂട്ടത്തിലും ആന്റിസിപ്പേറ്ററി ബെയിൽ ഉണ്ട്. ഒരു കേസിൽ നോട്ട് ടു അറസ്റ്റും ഉണ്ട്. ഓക്കെ, ഇന്ന് ആന്റിസിപ്പേറ്ററി ബെയിലുള്ള കേസിൽ രാഹുലിനെ ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടോ, കുഴപ്പമില്ല. ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിനാ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. എന്താഗ്രഹം, വല്ലാതെ ആഗ്രഹിച്ചു പോയി. രാഹുലിനെ ഇങ്ങനെ തൂക്കിയെടുത്ത് അകത്തിടുന്നത് കാണാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു പോയി. അതുകൊണ്ട് ഒന്ന് അറസ്റ്റ് ചെയ്യണോ, പ്ലീസ്. നിങ്ങളും ആഗ്രഹിച്ചതില്ല, സഖാക്കൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, രാഹുലിനെ ഒന്ന് തൂക്കിയെടുത്ത് അകത്തിടണം. പൊതിച്ചോറുമായി പോയി നിന്നവരല്ലേ നിങ്ങള്? പൊതിച്ചോറുമായി ഹൊസ്ദുർഗിലെ കോടതിക്ക് മുന്നിൽ പോയി നിന്നവരല്ലേ നിങ്ങള്? അപ്പൊ രാഹുലിനെ ഒന്ന് അകത്തിട്ട് കാണാൻ വേണ്ടിയിട്ട്, തൂക്കിയെടുത്ത് അകത്തിടുന്നത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? നിങ്ങളെപ്പോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഒന്ന് അറസ്റ്റ് ചെയ്യണോ, ഒരു പേരിന് ജാമ്യം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് വലിയ വാർത്ത കൊടുക്കാല്ലേ. അറസ്റ്റ് ചെയ്തു, വിട്ടയച്ചു. എന്തേ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? എന്തേ അയാളെ വിളിച്ചു വരുത്താൻ കഴിയാത്തത്? എന്തേ അയാളോട് ഒരക്ഷരം ചോദിക്കാൻ ഇന്ന് വരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്തത്? എന്ത് പറ്റി സഖാക്കളെ? മറുപടി പറയണോ. നിങ്ങളുടെ മുൻ MLA PT കുഞ്ഞു മുഹമ്മദിനെ സംരക്ഷിക്കാൻ വേണ്ട എല്ലാ നെറികെട്ട കളികളും നിങ്ങൾ കളിച്ചിട്ട് അവസാനം അയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നില്ലേ? നിങ്ങൾക്ക് അവസാനം അറസ്റ്റ് ചെയ്യേണ്ടി വന്നില്ലേ? എന്നാ പിന്നെ രാഹുലിനെ എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത്? എന്തൊക്കെ നെറികെട്ട കളികളാണ് നിങ്ങൾ കളിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് PT കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന CPM മുൻ MLA ക്കെതിരെയുള്ള പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നിട്ടുണ്ട്.
എന്നിട്ട് ആ പരാതി കണ്ടില്ലെന്ന് മാത്രമല്ല ആ പരാതി പൂറ്റി. പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ ബെഡിന്റെ അടിയിൽ കൊണ്ടേ വെച്ചു ആ പരാതി. അവസാനം 4 ആൾ അറിഞ്ഞപ്പോ അവിടുന്ന് എടുത്തു വന്ന് കൊണ്ടുവന്ന് പോലീസിനെ ഏൽപ്പിക്കേണ്ടി വന്നു പിണറായി വിജയന്. അവിടെയും തീർന്നോ? അവിടെയും തീർന്നില്ല. അവസാനം കോടതിയിൽ പോയിട്ട് മുൻകൂർ ജാമ്യം നേടിയിട്ടും നിങ്ങള് ഈ ആളുകള് എല്ലാവരും ഉണർന്നപ്പോ WCC അവിടുന്ന് വാ തുറക്കുന്നു. ഇപ്പുറത്തുനിന്ന് ഈ പറയുന്ന അക്കാദമി ചലച്ചിത്ര അക്കാദമിയുടെ ആളുകള് ഇങ്ങനെ ബഹളം വെക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുകയല്ലാതെ വഴിയില്ല. അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടയച്ചു. നിങ്ങൾ പറയുന്നത് നിങ്ങള് സഖാക്കള് ആരെ ശ്രീമതിയും ബാലനും ചെന്ന് തീവ്രത അളന്നു നോക്കിയപ്പോ രാഹുലിന്റെ തീവ്രത കൂടുതലും കുഞ്ഞു മുഹമ്മദിന്റെ തീവ്രത കുറവും എന്നാണല്ലോ. എന്നാ പിന്നെ ആ തീവ്രത കൂടിയ ആളെ അറസ്റ്റ് ചെയ്യണ്ടേ? തീവ്രത കുറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്യണെന്തിനാ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ രാഹുലിന്റെ വളരെ ഗുരുതര പൈശാചിക കൃത്യമാണല്ലോ രാഹുലിന്റേത്. എന്താ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തെ? ഒന്ന് അറസ്റ്റ് ചെയ്യടോ. പൂതി കൊണ്ടാ, ആഗ്രഹം കൊണ്ടാ, അത് കാണാനുള്ള കൊതി കൊണ്ടാ ഒന്ന് അറസ്റ്റ് ചെയ്യുന്നേ. ഒരു കേസിലെങ്കിലും. രണ്ടാമത്തെ കേസിലാണല്ലോ മുൻകൂർ ജാമ്യം ഉള്ളത്. ആദ്യത്തെ കേസിൽ പിന്നെ നോട്ട് അറസ്റ്റ് ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തൊടാൻ പറ്റൂല. ഓക്കെ, രണ്ടാമത്തെ കേസില് മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ. ആയിക്കോട്ടെ, 4 അറസ്റ്റ് ചെയ്തൂടെ? ചുമ്മാ ജനങ്ങളെ ബോധിപ്പിക്കാൻ, നിങ്ങളെ സഖാക്കളെ സന്തോഷിപ്പിക്കാൻ. സഖാക്കൾ അത്രമാത്രം ആഗ്രഹിച്ചതല്ലേ? വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. സഖാക്കൾ ആഗ്രഹിച്ചത് എന്താ? രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിരുന്നു. PT കുഞ്ഞു മുഹമ്മദിനെ തൊടാൻ പാടില്ലെന്ന് സഖാക്കൾ ആഗ്രഹിച്ചു. രാഹുൽ അകത്ത് കിടക്കണമെന്ന് സഖാക്കൾ ആഗ്രഹിച്ചു. PT കുഞ്ഞു മുഹമ്മദിനെ തുടരുതെന്നും സഖാക്കൾ ആഗ്രഹിച്ചു. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താ ചെയ്യുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ എതിർദിശയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്നത്. PT കുഞ്ഞു മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തു. രാഹുലിനെ ആണെങ്കിൽ തൊട്ടതുമില്ല. രാഹുലിനെ ഒന്ന് ചോദ്യം ചെയ്യാനെങ്കിലും ഒന്ന് വിളിച്ചൂടെ? അതെങ്കിലും ചെയ്തൂടെ? അറ്റ്ലീസ്റ്റ് ഒരു പേരിന് സഖാക്കൾക്കൊന്ന് സന്തോഷാകാൻ വേണ്ടിയിട്ട് രാഹുലിനെ ഒന്ന് വിളിച്ച് ഒന്ന് ചോദ്യം ചെയ്യുന്നേ. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താ? പോലീസ് ഇപ്പോ മുൻകൂർ ജാമ്യം ഉണ്ട്, ഓക്കെ ശരി. പോലീസ് ഇപ്പോ PT കുഞ്ഞു മുഹമ്മദിനെ വിളിച്ചു ചോദ്യം ചെയ്തിട്ട് PT കുഞ്ഞു മുഹമ്മദ് പറയുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ താമസിച്ച ഹോട്ടലും ഈ പീഡനം നടന്ന ഹോട്ടലും മുറിയും അതിന്റെ CCTV ഒക്കെ പരിശോധിച്ചിട്ട് പോലീസ് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ പരാതിയില് വാസ്തവമുണ്ട് എന്നാ. അത് കണ്ടിട്ടാണ് PT കുഞ്ഞു മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ പിന്നെ രാഹുലിനെതിരെയോ? രാഹുലിന്റെ മുൻകൂർ ജാമ്യം, സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യത്തിനെതിരെ അപ്പീലിന് പോയ പോലീസ്, ആ പോലീസിന് എന്തേ രാഹുലിനൊന്നും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താൻ കഴിയാത്തത്? അല്ലെങ്കിൽ ഒന്ന് വേണ്ടെന്നേ, അറസ്റ്റ് ചെയ്തോ, മുൻകൂർ ജാമ്യം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അറസ്റ്റ് ചെയ്ത് വിട്ടേക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ പരാതിയും ഇതിന്റെ അന്വേഷണവും എവിടെ വരെ എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്താണ് അന്വേഷണം? PT കുഞ്ഞു മുഹമ്മദിനുള്ള പരാതി, ആ പരാതി പോലീസിന് കിട്ടിയത് കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും ആ കിട്ടി വലിയ അന്വേഷണം നടത്തേണ്ടി വന്നില്ല. ആ ഹോട്ടൽ വരെ ഒന്ന് പോയി നോക്കിയപ്പോ തന്നെ സാര്യം സത്യസന്ധമാണ്, പരാതി പറയുന്ന കാര്യം ഉള്ളതാണെന്ന് പോലീസിന് മനസ്സിലായി. അതുകൊണ്ട് അറസ്റ്റ് ചെയ്തു. എന്നാൽ രാഹുലിനെതിരെയുള്ള പരാതിയിലോ? രാഹുലിനെതിരെയുള്ള പരാതി 3 മാസമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു തെളിവും കിട്ടുന്നില്ല. ശേഖരിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. പോയി നോക്കുന്നുണ്ട്, പലയിടത്ത് പോയി നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. ആ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഈ പരാതി പറയുന്ന കാര്യങ്ങളെ സാധൂകരിക്കാൻ, അത് കോടതിയിൽ തെളിയിക്കാൻ പോലീസിനെ കൊണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ടും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് രാഹുലിനെ വിളിച്ചു വരാത്തതോ, അല്ലെങ്കിൽ രാഹുലിനെ ചോദ്യം ചെയ്യാത്തതോ, അല്ലെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തതോ ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം ചുമ്മാ ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ചോദിക്കും എന്തിനാ അറസ്റ്റ് ചെയ്തേ? അറസ്റ്റ് ചെയ്യാനുണ്ടായ ആധാരം എന്താണ്? അടിസ്ഥാനം എന്താണ്? തെളിവുകൾ എന്താണ്? അത് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 8 നിലയിൽ സ്വാഹാകും. ഇപ്പോ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങള്, പരാതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച കാര്യങ്ങള്, ഈ ആരോപണങ്ങളെ ഒന്നും തെളിയിക്കാൻ, സാധൂകരിക്കുവാനുള്ള തെളിവുകൾ ഇന്ന് നിമിഷം വരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ രാഹുലിനെ പണ്ടേ അറസ്റ്റ് ചെയ്തേനെ. മനസ്സിലായില്ലേ? അത് കിട്ടാത്ത കാരണം കൊണ്ട് മാത്രമാണ് ഈ പരിപാടി നടത്താത്തത്.
അപ്പോ ഇതാണ് ഈ കേസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. PT കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള പരാതി വന്നിട്ട് അത് പോലീസിന്റെ കയ്യിലെത്തിയിട്ട് അന്വേഷണം തുടങ്ങിയിട്ട് എത്ര നാളായി? 5-10 ദിവസം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി ഇല്ലാതെ അന്വേഷണവും ഒക്കെ ആയിട്ട് കാലം എത്രയായി? 3 മാസം. ഓഗസ്റ്റിൽ തുടങ്ങിയതാ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസമായി. ഈ 4 മാസമായിട്ടും ഒരു കടുകുമണിയോളം പോണ ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ നടപടിക്രമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ തെളിവ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ, എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടായി എന്ന് കോടതി ചോദിക്കുമ്പോ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ്, ആ കച്ചിത്തുരുമ്പെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ രാഹുലിനെ പണ്ടെന്നെ അറസ്റ്റ് ചെയ്തേനെ. ആ അറസ്റ്റ് ചെയ്യാതെ, രാഹുലിനെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാതെ അന്വേഷണ ഉദ്യോഗസ്ഥര് ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ആ കാരണം അവർക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. 3 മാസമല്ല, 4 മാസക്കാലം അന്വേഷിച്ചിട്ടും ഒന്നുമില്ല. എന്നാൽ 4 ദിവസം അന്വേഷിച്ചപ്പോഴേക്കും PT കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ ഇവർക്ക് കിട്ടി എന്നുള്ളതാണ്. അതാണ് ഈ 2 പരാതികളും ഈ 2 കേസുകളും തമ്മിലുള്ള അന്തരം. അവിടെ മാധ്യമങ്ങൾ പറയുന്ന ഗുരുതരം രാഹുൽ വിഷയത്തിൽ എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ PT കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള പരാതിയിൽ വെറും 4 ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഗുരുതരമല്ല, അത്ര ക്രൂരകൃത്യമല്ല, നടന്നിട്ടില്ല എന്നൊക്കെ രീതിയിൽ വാർത്ത കൊടുത്ത PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തില് പോലീസിന് ഗുരുതരമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു, ശക്തമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ രാഹുൽ കേസിൽ രാഹുൽ മാങ്കൂട്ടം ക്രൂരനാണ്, പൈശാചികനാണ്, ഗുരുതരമാണ്, അതീവ ഹീനമാണ് എന്നൊക്കെ പറഞ്ഞ മാധ്യമങ്ങള് ആ രാഹുലിന്റെ കാര്യത്തിൽ പോലീസിന് അത്ര ഗുരുതരമായിട്ട് ഇനി നിസ്സാരമായ ഒരു തെളിവ് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതാണ് ഈ 2 കേസുകളുടെ അന്തരം. അതുകൊണ്ടാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാർക്ക് പെരുവഴിയിൽ നിൽക്കേണ്ട അവസ്ഥയുണ്ടായത്. കാരണം മാധ്യമങ്ങൾ പോയി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി രാഹുൽ വിഷയം മാധ്യമങ്ങളിൽ ഇല്ല, എവിടെയും വാർത്തയില്ല. മറ്റേത് രാഹുൽ മൂത്രയിക്കാൻ പോകുന്നത്, തൂറാൻ പോകുന്നത്, ചായ കുടിക്കാൻ പോകുന്നത്, ഉറങ്ങാൻ പോകുന്നത്, ഏത് ഫ്ലാറ്റിലാണ് ഉറങ്ങുന്നത്, ഇനി പാലക്കാടുണ്ടോ അടൂരുണ്ടോ, ഇനി അതല്ല വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണോ, ഇതൊക്കെയായിരുന്നു ഇവരുടെ അന്വേഷണം. പക്ഷേ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർക്കും വേണ്ട. രാഹുൽ എവിടെയുണ്ട് ആർക്കും അറിയില്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയോ? ഇല്ല. കാരണം എന്താ? മാധ്യമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. രാഹുൽ എവിടെയുണ്ടെന്ന് മാധ്യമങ്ങൾ പറയണ്ടേ, അത് പറയുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളും കേസും പരാതിയും ഒക്കെ സ്വാഹ വട്ടപൂജ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്.